didn't even get to cross. ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരിടെ പുതിയ ഒരിടയ്ക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്. ഇത് CS മാച്ച് പുഷിങ് ഒന്നുമല്ല, നമ്മൾ ചുമ്മാ സാധാ ഒരു CS സ്റ്റാർട്ട് കൊടുത്തത്. ഓപ്പോസിറ്റ് ഹാക്കർ, 2 പേര് ഹാക്കർ. ഫസ്റ്റ് റൗണ്ട് ആണെങ്കിൽ എനിക്ക് തോന്നിയില്ല, പക്ഷേ സെക്കൻഡ് റൗണ്ട് ഉറപ്പായി 2 പേര് ഹാക്കറാണ്. ഞാൻ പിന്നെ എനിക്ക് ഭയങ്കര സംശയം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇവിടെ കവർ ഇട്ടിരുന്നു. അപ്പോൾ നമ്മുടെ ടീം തന്നെ എല്ലാ 2 പുന്നാര മക്കളുണ്ട്. കണ്ടോ, ഒരുത്തൻ അടിച്ചിട്ടുണ്ട് AW ഇട്ട്, 2 എണ്ണത്തിന് നോക്കിട്ട് പുന്നാര മോൻ. അതെ, 2 അവന്മാരുണ്ട്. അവന്മാർ 2 പേര് ഹാക്കേഴ്സാണ്. 2 അല്ല 3 ഹാക്കേഴ്സാണ്. കാരണം നമ്മൾ ഈ കിൽ ഫീഡ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി 3 പേര് ഹാക്കേഴ്സാണ്. ഹാക്കർ സ്കോഡാണെന്ന് എനിക്കറിയത്തില്ല, 3 പേര് ഹാക്കേഴ്സാണ്. അതുകൊണ്ട് ഇപ്പോൾ വേണ്ട വേറെ ഒരുത്തനെ AW ഇട്ട് വന്നു. ഈ കില്ലല്ല, ഹെഡ് ഷൂട്ട് കില്ലോ, അത് ഉറപ്പിക്കാൻ പറ്റിയ ഹാക്കറാണ്. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു, എന്തോലും കളി നോക്കുമെന്നറിയാൻ. പിന്നെ കുറച്ച് നേരം ചുമ്മാ പിടിച്ചിരിക്കാം. ടീമൊക്കെ ഇപ്പോൾ ആക്കാനൊക്കെ ഞാൻ നോക്കി, പക്ഷേ ഇതെന്നെ പ്ലെയർ ആവുന്നുണ്ട്. ഈ ഡബിൾ എന്ന് പറയുന്നുണ്ട്, ഇവൻ പ്ലെയറാണ്. ബാക്കിയുള്ള ഇവനൊക്കെ കണ്ടു, ഇവനൊക്കെ ഹാക്കറാണ്. അങ്ങനെ നേരെ അടുത്ത റൗണ്ട്. ഈ റൗണ്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ AW എടുത്തി എന്തുപോലും. പിന്നെ അതിന് മുമ്പ് അവന്മാരെ എനിക്ക് അപ്പം മാച്ച് കളിച്ചുകൊണ്ടിരുന്നത് മനസ്സിലായിരുന്നു. ഞാൻ ആകെ ഒരുത്തന്നെ റിപ്പോർട്ട് കൊടുത്തത്, പിന്നെ റെക്കോർഡ് ചെയ്ത് ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി. ഇങ്ങനെ ഒരുത്തന് റിപ്പോർട്ട് കൊടുത്ത് വീണ്ടും ചുമ്മാ AW എടുത്ത് എന്തുപോലും കളി നോക്കുമായി. പിന്നെ ചുമ്മാ AW എടുത്ത് എവിടെയെങ്കിലും കുത്തിയിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ സാമാനം തുറക്കത്തില്ല. ഇത് കുറേ നേരം ഇതിൻ്റെ സൗണ്ടൊന്നും കുറേ നേരമാണ് ഈ സാധനം, ഈ എന്തോ എൻ്റെ പേര്, സ്പോണ്. അങ്ങനെ നേരെ നമ്മൾ L ഷേപ്പിൽ കയറി. ഇവിടെ കുറേ L ഷേപ്പ് ഉണ്ട്. ഈ L ഷേപ്പിൽ കയറി ഒരു 150 കൊടുക്കാൻ നേരത്തെ എനിക്ക് AW ഇട്ട് അടിയിട്ട് കണ്ടോ, അതിന് മേടിച്ചിട്ടുണ്ട്. ഹെഡ് ഷൂട്ട് വേണ്ട, അടുത്ത ഹെഡ് ഷൂട്ട് നോക്ക്. ഞാനും വേറൊരുത്തനും മാത്രം. എനിക്ക് ടെൻഷനായിരിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ ചുമ്മാ ഇവിടെ അവൻ വരുമ്പോൾ എനിക്ക് ചുമ്മാ അടിക്കായിരുന്നു. പിന്നെ വീണ്ടും ഞാൻ ടെൻഷനായി, അവൻ എന്നെ പിടിച്ച് കൊന്നു. അങ്ങനെ അവനും കൊന്നു. നമ്മളെ ടീമേറ്റ് ഒറ്റൊരുത്തൻ മാത്രം. ഇവൻ്റെ 1v4 കാണാമെന്നൊക്കെ പറഞ്ഞിരുന്ന പുള്ളി ഒരു നോക്കൊക്കെ ഇട്ട് അവൻ റിവൈവായി വന്നു. അപ്പോൾ ഇവൻ്റെ ഗ്ലൂ ആളും ഇല്ലായിരുന്നു. ഇവൻ ആ കില്ല് ഫിനിഷ് ചെയ്യാൻ നോക്കി, പക്ഷേ അതും മുഞ്ചി. ഇവൻ മാത്രം അങ്ങനെ ഹാക്കർ എന്ന് ഇപ്പം മനസ്സിലായി. പക്ഷേ AW ഇട്ട് ഹെഡ് ഷൂട്ട് ഇല്ല, ഹാക്കർ സ്കോഡാണെന്നാണ് എൻ്റെ രൂപ. പിന്നെ വീണ്ടും ഇങ്ങോട്ടിട്ട് പട്ടിച്ച് കാണിച്ച് വീണ്ടും AW എടുത്തു. 3 മുട്ട കിടക്കുക. ഈ റൗണ്ടെങ്കിലും ജയിക്കണമെന്നുള്ളൊരു രീതി, ഈ കളി ജയിക്കണമെന്നുള്ള രീതി ഈ സാമാനം തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ആണെങ്കിൽ പിന്നെ വിചാരിച്ച് എന്തോരം ചാവുമല്ലേ, ഒരു ഹൊറിസിലീൻ വാങ്ങാം. ഹൊറിസിലീനാകുമ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം നോക്കാലും എന്തോരം കവറിൽ കിടന്നാൽ ഒന്നും കൂടെ പൊങ്ങാൻ പറ്റും. അതുകൊണ്ട് നൈസായിട്ട് നേരെ നമ്മുടെ മിന്നൽ മുരളി ഇട്ട് എങ്ങനെയെങ്കിലും അതിൻ്റെ മണ്ടേ ആ ഹാക്കർ കൊണ്ടുവരാൻ അടിക്കുന്നതിന് മുമ്പ് കയറണമെന്നുള്ള രീതി ഇവിടെ എത്തി. അപ്പം ആ പുന്നാര പോകും നമ്മളെ അവിടെ നിന്ന് അടിച്ചു പോന്നു. വീണ്ടും നമ്മൾ ഹൊറിസിലീൻ എടുത്ത് പൊങ്ങി ഇവിടെ വന്ന് അടി കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ ഞാൻ കിടന്ന് മെഡിക്കറ്റ് അടിച്ച്. ഇപ്പം എല്ലാം നമ്മുടെ ടീമിനെ ഉണ്ടോ നല്ല അടിയാണ്. അതുകൊണ്ട് ആ 6 വെച്ച് വന്ന് അവനെ ഹെഡ് ഷൂട്ട് അടിക്കുന്നത്. 2 പേരെ അടിച്ചിട്ട് എൻ്റെ ഒരു അടിയും കൊള്ളുന്നില്ല, കാരണം പേടിയാകുമ്പോൾ ശരി എന്തോ ഒരിത്. അങ്ങനെ ഈ റൗണ്ട് എന്തുമായാലും ഞാൻ മൂഞ്ചെന്നറിയാം. ഇപ്പം ഉണ്ടോ പെട്ടെന്ന് തലയ്ക്കും അടിച്ചു. അങ്ങനെ ഈ റൗണ്ടും പോയി. ബൈ ബൈ ഗൈസ്, താങ്ക് യു.